രാജ്യത്തെ ബാങ്ക് ജീവനക്കാർക്കും ഓഫീസർമാർക്കും 17% ശമ്പള വർധനവ്. മുംബൈയിൽ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത ഐക്യവേദിയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. ഇതോടെ രാജ്യത്തെ 8 ലക്ഷത്തോളം വരുന്ന ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരുമാണ് സേവന വേതന കരാറിന്റെ ഗുണഭോക്താക്കളാകുന്നത്. വാണിജ്യ ബാങ്ക് ജീവനക്കാർക്കും ഓഫീസർമാർക്കും 17% വേതന വർധനവും പെൻഷൻ സേവന വ്യവസ്ഥ പരിഷ്കരണവും ഉറപ്പാക്കുന്ന 12ാം ഉഭയകക്ഷി വേതന കരാർ ഒപ്പുവെച്ചു. കരാർ പ്രകാരം 17% വർധനവാണ് 2022 നവംബർ മുതൽ മുൻകാല പ്രബലത്തിൽ രാജ്യത്തെ 8 ലക്ഷത്തോളം വരുന്ന ബാങ്ക് ജീവനക്കാർക്കും ഓഫീസർമാർക്കും ലഭിക്കുക. മുംബൈയിൽ നടന്ന അന്തിമ യോഗത്തിൽ 12 പൊതുമേഖലാ ബാങ്കുകൾക്കും 10 സ്വകാര്യ ബാങ്കുകൾക്കും 3 വിദേശ ബാങ്കുകൾക്കും വേണ്ടി ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും 5 യൂണിയനുകളും 4 ഓഫീസർ സംഘടനകളും തമ്മിലാണ് വേതന സേവന പരിഷ്കരണ കരാർ ഒപ്പുവെച്ചത്. With this, formally we can say that bipartite and joint note have been signed. പൊതുമേഖലാ സ്വകാര്യ വിദേശ ബാങ്കുകളിലെ 8 ലക്ഷത്തിൽ പരം ജീവനക്കാർക്കും ഓഫീസർമാർക്കും സേവന വേതന കരാർ ബാധകമാകും. പുതുക്കിയ കരാർ പ്രകാരം 12,449 കോടി രൂപയാണ് ശമ്പള ചെലവിലുണ്ടാകുന്ന പ്രതിവർഷ വർധനവ്. ക്ലറിക്കൽ വിഭാഗം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം തുടക്കത്തിൽ 24,050 രൂപയും അവസാനം 64,480 രൂപയുമാകും. സബോർഡിനേറ്റ് ജീവനക്കാർക്ക് ഇത് യഥാക്രമം 19,500 രൂപയും 37,815 രൂപയുമാകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.